നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുളപ്പള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. സംവിധാനം നടപ്പിലാക്കിയത് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ. പദ്ധതി നടപ്പിലാക്കിയത് ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായി. കുളപ്പള്ളിയിലെ പുതിയ സിഗ്നൽ സംവിധാനം ഷൊർണൂരിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമെന്ന പരിഹാസവുമായി BJP. കഴിഞ്ഞ 5 വർഷക്കാലം തകർന്നടിഞ്ഞ കുളപ്പള്ളി ഷൊർണൂർ പാതയിലാണ് സിഗ്നൽ സംവിധാനം MLA ഉദ്ഘാടനം ചെയ്തതെന്നും വിമർശനവുമായി BJP കൗൺസിലർമാർ. കുന്നംകുളം പഴഞ്ഞിയിൽ 4-അംഗ കുടുംബത്തിന്റെ ആത്മഹത്യാ ശ്രമം. കുടുംബനാഥനായ 50-കാരൻ സിബിയും 19-കാരിയായ മകൾ അലീനയും മരിച്ചു. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. വരവൂരിൽ കുളിക്കാൻ പോയ 3 പേരിൽ 19-കാരിയായ യുവതി വെള്ളത്തിൽ വീണ് മരിച്ചു. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്നയാണ് മരിച്ചത്. കളിച്ചുകൊണ്ടിരിക്കെ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. തിരുവില്ലാമല മലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിൽ പ്രസാദ് പ്രസിദ്ധ ദമ്പതികളുടെ മകൻ ആർദ്രവാണ് മരിച്ചത്. പൊതു ശൗചാലയം പൂട്ടി. ശങ്ക തീർക്കാൻ വഴിയില്ലാതെ പറളിയിലെ യാത്രക്കാരും വ്യാപാരികളും. പറളി പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തുടർച്ചയായി അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചിലവ് വരുന്നതിലാണ് പൊതു ശൗചാലയം അടച്ചിട്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊതു ശൗചാലയം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരമെന്നും DCC സെക്രട്ടറി അബ്ദുൾ സത്താർ. സംസ്ഥാന പാതയിൽ മങ്കര വില്ലേജിന് മുന്നിലുള്ള തണൽ മരങ്ങൾ വ്യാപകമായി മുറിച്ചതിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടി അപലപനീയമെന്നും തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ. വാർത്തകൾ വിശദമായി. കുളപ്പള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. ഗതാഗത കുരുക്ക് പരിഹരിക്കാനായാണ് സംവിധാനം നടപ്പിലാക്കിയത്. ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത്. P. മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുളപ്പള്ളി ജംഗ്ഷനിലൂടെ തിങ്കളാഴ്ച രാവിലെ 9 മണി വരെ തലങ്ങും വിലങ്ങുമായാണ് ഈ കാണുന്ന രീതിയിൽ വാഹനങ്ങൾ കടന്നുപോയിരുന്നത്. ധൃതി പിടിച്ച് വാഹനങ്ങളുടെ കടന്നുപോക്ക് ഇനി മുതൽ നടപ്പാകില്ല. തിങ്കളാഴ്ച രാവിലെ 9-ന് കുളപ്പള്ളി ടൗണിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം പ്രാബല്യത്തിൽ വന്നു. P. മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടെ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് ചില ട്രാഫിക് പരിഷ്കാര നടപടികളെല്ലാം സ്വീകരിക്കുകയുണ്ടായി. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലം നിലനിന്നിരുന്ന പ്രശ്നം താൽക്കാലികമായി പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞു. ആ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് തന്നെയാണ് കുളപ്പള്ളി സെൻറ്ററിൽ ഒരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനാവശ്യമായ ഭരണപരമായ നടപടികളെല്ലാം സ്വീകരിച്ച് ആ ട്രാഫിക് സിഗ്നൽ ഇന്ന് ഗതാഗത സൗകര്യം മെച്ചപ്പെടുന്നതിന് സഹായകരമായ രീതിയിൽ പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അതോടെ വാഹനയാത്രക്കാർ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാണ് കടന്നുപോയത്. ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഗതാഗത കുരുക്ക് പരിഹരിക്കാനാണ് പദ്ധതി കൊണ്ടുവന്നത്. ഷൊർണൂർ, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് തിരിയേണ്ട പ്രധാന ജംഗ്ഷൻ ആയതിനാലാണ് കുളപ്പുള്ളിയിൽ ഇത്തരമൊരു ട്രാഫിക് സിഗ്നൽ സംവിധാനം നടപ്പിലാക്കിയത്. ഒറ്റപ്പാലത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്കും ഷൊർണൂരിൽ നിന്നും പട്ടാമ്പിയിലേക്കും പട്ടാമ്പിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്കും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനിൽ ചുവപ്പ് സിഗ്നൽ ഉള്ളപ്പോഴും മറ്റു വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ ഇടത്തേക്ക് തിരിയാൻ കഴിയുന്ന ഫ്രീ ലെഫ്റ്റ് സംവിധാനമുണ്ട്. എന്നാൽ പട്ടാമ്പിയിൽ നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ചുവന്ന ലൈറ്റ് പ്രകാശിക്കുമ്പോൾ സിഗ്നലിൽ നിർത്തണം. വണ്ടികൾക്ക് തിരിഞ്ഞ് പോകണമെങ്കിൽ പഴയ ഗീതാ തിയേറ്ററിന് മുൻവശത്തു കൂടി U-ടേൺ എടുക്കണം. കാൽനട യാത്രക്കാർക്കും റോഡ് മറികടക്കാൻ വിദേശ മദ്യ ഷോപ്പ്, കുടുംബിനി സൂപ്പർമാർക്കറ്റ്, ഗവൺമെന്റ് പ്രസ് എന്നിവയ്ക്ക് മുന്നിൽ സീബ്ര ലൈൻ വരയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ യാത്രക്കാർക്കും ഗതാഗതക്കുരുക്കിൽ പെടാതെ എളുപ്പത്തിൽ റോഡ് മറികടക്കാം. വാഹനങ്ങളുടെ തിരക്കനുസരിച്ച് സിഗ്നൽ സംവിധാനത്തിൽ സമയം ക്രമീകരിക്കും. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് ട്രാഫിക് സിഗ്നൽ സംവിധാനം. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, വിവിധ കൗൺസിലർമാർ, ഷൊർണൂർ CI വിഷ്ണു, മെട്രോ കമ്പനി പ്രതിനിധി രതീഷ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കുളപ്പള്ളിയിലെ ട്രാഫിക് സിഗ്നൽ ടെക്നോളജിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും അതേസമയം ടെക്നോളജി ഷൊർണൂർക്കാരെ കളിപ്പിക്കുന്നതിന് തുല്യമാണെന്നും BJP കുറ്റപ്പെടുത്തുന്നു. സിഗ്നൽ ലൈറ്റിലേക്ക് ഷൊർണൂർക്കാർ വരണമെങ്കിൽ ഏതു വഴിയാണ് വരേണ്ടതെന്ന് MLA പറഞ്ഞു തരണമെന്നും പരിഹാസ്യമായി BJP കൗൺസിലർ ചോദിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി തകർന്നടിഞ്ഞ കുളപ്പള്ളി ഷൊർണൂർ പാതയിലാണ് സിഗ്നൽ സംവിധാനം MLA ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. നഗരസഭയും PWDയും MLAയും ഷൊർണൂർ ജനതയുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, A ഗോപകുമാർ എന്നിവർ പറഞ്ഞു. കുളപ്പള്ളിയിൽ ഇന്ന് MLA ഉദ്ഘാടനം ചെയ്ത സിഗ്നൽ ലൈറ്റ് സംവിധാനം പുതിയ ടെക്നോളജിയെല്ലാം ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. പക്ഷേ കുളപ്പള്ളിയിൽ വന്ന ആ ടെക്നോളജി ഷൊർണൂരുകാരെ കളിപ്പിക്കുന്നതിന് തുല്യമാണ്. സിഗ്നൽ ലൈറ്റിലേക്ക് ഷൊർണൂരുകാർ വരണമെങ്കിൽ ഏത് വഴിയാണ് വരേണ്ടതെന്ന് MLA പറഞ്ഞാൽ നന്ന്. കഴിഞ്ഞ 5 വർഷമായി ഷൊർണൂർ കുളപ്പള്ളി റോഡ് ആ തകർന്നടഞ്ഞ റോഡിലാണ് സിഗ്നൽ ലൈറ്റ് സംവിധാനം ഇന്ന് MLA ഉദ്ഘാടനം ചെയ്തത്. MLAയും നഗരസഭയും PWDയും ഷൊർണൂർ ജനതയുടെ ക്ഷമ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കാണ്ടാമൃഗത്തിൻ്റെ തൊലി അതിനോട് മത്സരിക്കുകയാണ് ഈ 3 കൂട്ടരും. 5 വർഷമായി ഷൊർണൂരിൽ കുളപ്പള്ളി റോഡിൻ്റെ പണി ആരംഭിച്ചിട്ട് സിഗ്നൽ ലൈറ്റ് ഉദ്ഘാടനം ചെയ്ത MLA ഷൊർണൂർ കുളപ്പള്ളി റോഡിലൂടെ എങ്ങനെയാണ് യാത്രക്കാർ സഞ്ചരിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരിക്കുമെന്ന് MLAയോടും ആ ഉദ്ഘാടനത്തിന് ചുക്കാൻ പിടിച്ച നഗരസഭയിലെ ഭരണാധികാരികളോടും ഷൊർണൂരിലെ സാധാരണക്കാരന് വേണ്ടി BJP ചോദിക്കുക. കുന്നംകുളം പഴഞ്ഞിയിൽ 4 അംഗ കുടുംബത്തിന്റെ ആത്മഹത്യാശ്രമം. സംഭവത്തിൽ കുടുംബനാഥനായ 50-കാരൻ സിബിയും മകൾ 19-കാരിയായ അലീനയും മരിച്ചു. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കൂട്ട ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നംകുളം പഴഞ്ഞി MD കോളേജിന് സമീപമുള്ള വീട്ടിൽ 4 അംഗ കുടുംബത്തിൽ കൂട്ട ആത്മഹത്യാശ്രമം. പിതാവും മകളും മരിച്ചു. പഴഞ്ഞി അരുവായി MD കോളേജിന് സമീപത്ത് താമസിക്കുന്ന മാടക്കപ്പറമ്പിൽ 50 വയസ്സുള്ള സിബി, മകൾ 19 വയസ്സുള്ള അലീന എന്നിവരാണ് മരിച്ചത്. ഭാര്യ 40 വയസ്സുള്ള ബീന, മകൻ ആദിത്യൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സിബിയെ കിണറ്റിലും മകൾ അനീലയെ വീട്ടിനകത്തെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ സിബിയുടെ ഭാര്യയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വിദേശത്ത് ജോലി ചെയ്തിരുന്ന സിബി ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടിലെത്തിയത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് കൂട്ട ആത്മഹത്യാശ്രമത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി കിണറ്റിൽ നിന്ന് ഗൃഹനാഥൻ്റെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. മരിച്ച മകളുടെയും ഗൃഹനാഥൻ്റെയും മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മാതാവിനെയും മകനെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വരവൂർ തളി പിലാക്കാട് കുളത്തിലേക്ക് കുളിക്കാൻ പോയ 3 പേരിൽ 19-കാരിയായ യുവതി വെള്ളത്തിൽ വീണ് മരിച്ചു. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്നയാണ് മരിച്ചത്. മറ്റു 2 പേർ സ്വയം രക്ഷപ്പെടുകയായിരുന്നു. വരവൂർ തളി പിലാക്കാട് നെൽപ്പാടത്തിനോട് ചേർന്നുള്ള കുളത്തിലെ വെള്ളത്തിൽപ്പെട്ടാണ് ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ 19-കാരിയായ ഹസ്നയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയായിരുന്നു സംഭവം. 3 സഹോദരിമാർ ചേർന്ന് കുളത്തിൽ കുളിക്കുന്നതിനിടെ മൂവരും വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. ഇതിൽ മറ്റു 2 പേരും സ്വയം രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ വടക്കാഞ്ചേരി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയാണ് ഹസ്നയുടെ മൃതദേഹം കണ്ടെത്താനായത്. ഡെപ്യൂട്ടി തഹസിൽദാർ KS റഹ്മത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് UB കണ്ണൻ, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ തുടങ്ങിയവർ തെരച്ചിലിന് നേതൃത്വം നൽകി. മരണപ്പെട്ട വിദ്യാർത്ഥിനി പട്ടാമ്പിലെ ഒരു സ്വകാര്യ കോളേജിൽ പഠിച്ചു വരികയായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കളിച്ചുകൊണ്ടിരിക്കെ വീണ് 1.5 വയസ്സുകാരൻ മരണപ്പെട്ടു. തിരുവില്ലാമല മലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിൽ പ്രസാദ് പ്രസിജ ദമ്പതികളുടെ മകൻ ആർദ്രവാണ് മരിച്ചത്. വീട്ടിൽ അച്ഛനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് വീണ പരിക്കേറ്റത്. വീഴ്ചയെ തുടർന്ന് കടുത്ത ശ്വാസതടസ്സം നേരിട്ട കുട്ടിയെ ഉടൻ തന്നെ ഒറ്റപ്പാലത്തെ വള്ളവനാട് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിലാണ് ഇവരുടെ വീട്. സഹോദരിമാർ ആവതിക, ആഷ്മിക. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പൊതു ശൗചാലയം പൂട്ടി. ശങ്ക തീർക്കാൻ വഴിയില്ലാതെ പറളിയിലെ യാത്രക്കാരും വ്യാപാരികളും. പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തുടർച്ചയായി
അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചെലവ് വരുന്നതിനാലാണ് പൊതു ശൗചാലയം അടച്ചിടേണ്ടി വന്നതെന്ന് പഞ്ചായത്ത് അധികൃതരും പറയുന്നു. ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകാറുള്ള പറളിയിൽ പറളി ചന്തപുരയിലെ പൊതു ശൗചാലയം പൂട്ടിയതോടെ ശങ്ക തീർക്കാൻ വഴി കാണാതെ യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലായി. പഞ്ചായത്തിന്റെ അധീനതയിൽ പഞ്ചായത്ത് ഓഫീസിന്റെ പിൻവശത്ത് സ്ഥാപിച്ചിരുന്ന വഴിയിടം പൊതു ശൗചാലയത്തിന് കഴിഞ്ഞ ദിവസമാണ് പൂട്ടിയിട്ടത്. സാമൂഹ്യാരോഗ്യ കേന്ദ്രം, ഹയർ സെക്കൻഡറി സ്കൂൾ, വൈദ്യുതി സെക്ഷൻ ഓഫീസ്, ആയുർവേദ ആശുപത്രി, മൃഗാശുപത്രി തുടങ്ങിയ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും നിരവധി ധനകാര്യ സ്ഥാപനങ്ങളിലേക്കുമായി ആയിരക്കണക്കിന് ആളുകൾ പറളി ചന്തപുരയിൽ ദിവസേന വന്നുപോകുന്നുണ്ട്. ഇവരെല്ലാം ആശ്രയിച്ചിരുന്നത് പറളിയിലെ പൊതു ശൗചാലയമാണ്. ഇത് പൂട്ടിയതോടെ പറളിയിലെത്തുന്ന യാത്രക്കാർ പ്രയാസത്തിലായിരിക്കുകയാണ്. സംസ്ഥാന ശുചിത്വ മിഷൻ 2020-21 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതാണ് പറളിയിലെ വഴിയിടം പൊതു ശൗചാലയം. തുടർച്ചയായി അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചെലവ് വരുന്നതിനാണ് പൊതു ശൗചാലയം അടച്ചുപൂട്ടിയതെന്നും പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീണ്ടും പ്രവർത്തന സജ്ജമാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. എന്നാൽ പൊതുസേവനം ജനത്തിന് ഏറ്റവും അത്യാവശ്യമായ പൊതു ശൗചാലയം ലാഭഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് കൊടുംദ്രോഹമാണെന്നും ഇത്തരം നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും DCC സെക്രട്ടറി KM അബ്ദുൾ സത്താർ പറഞ്ഞു. ശുചിത്വ മിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശൗചാലയം ഇവിടെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇവിടെ പക്ഷെ അത് സംരക്ഷിക്കാനോ അത് നിലനിർത്താനോ പറളി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ശോചനീയാവസ്ഥയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് ജനോപകാരപ്രദമായ രീതിയിൽ അത് പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആമുഖമായി പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന പാതയിൽ മങ്കര വില്ലേജിന് മുന്നിലുള്ള തണൽ മരങ്ങൾ വ്യാപകമായി മുറിച്ചതിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടിയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. തണൽ മരങ്ങൾ മുറിച്ചുമാറ്റിയവർക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മങ്കര വില്ലേജിന് മുന്നിലെ 3 തണൽ മരങ്ങൾ മുറിച്ച് നശിപ്പിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് വഴിയോര തണൽ മര പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി പ്രവർത്തകർ കല്ലൂർ ബാലനും വനം വകുപ്പും ചേർന്ന് വച്ചുപിടിപ്പിച്ച തണൽ മരങ്ങളാണ് ഇപ്പോൾ കത്തിവീണത്. ഇതിനെതിരെ കല്ലൂർ ബാലന്റെ മകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രതീഷ് ബാലൻ ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. മരച്ചില്ലുകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടിയാണ് പ്രതിഷേധം. പരിസ്ഥിതി പ്രവർത്തകരായ രതീഷ് ബാലൻ, KK റഹ്മാൻ, അപ്പുകുട്ടൻ കല്ലൂർ, വിജയൻ കല്ലൂർ, PI തൗഫീഖ് എന്നിവർ നേതൃത്വം നൽകി. വെട്ടിമാറ്റിയവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ തീരുമാനം. വനം വകുപ്പും പരാതിനായ കല്ലൂർ ബാലോട്ടും ചേർന്ന് ജില്ലയുടെ പല റോഡുകളിലായി 20,000 മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതിലെ 3 മരങ്ങളാണ് മങ്കര വെള്ളോടിലെ വില്ലേജ് ഓഫീസിന് മുമ്പിൽ വെട്ടിമാറ്റിയിരിക്കുന്നത്. യാതൊരു അപകട ഭീഷണിയുമില്ലാത്ത മരങ്ങളാണ് ഈ 3 മരങ്ങൾ. ഇതിനെക്കുറിച്ച് ജില്ലാ കളക്ടർ, വനം വകുപ്പ്, PWD, മനുഷ്യാവകാശ കമ്മീഷൻ, മന്ത്രി KA തുളസി എന്നിവർക്ക് ഞങ്ങൾ പരാതി നൽകും. തണൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആൾക്കാർ തന്നെ അതിന് ഓർഡർ കൊടുക്കുന്നു, മരം വെട്ടുന്നു, തണൽ മരങ്ങളെ വെട്ടിമുറിക്കുന്നത്. പ്രകൃതിയെ റോഡിൽ അപകട ഭീഷണിയുള്ള മരങ്ങൾ മുറിക്കുന്നതിന് പകരം ചില്ലകളെ വെട്ടുന്നതിന് പകരം വഴിയോടെ അങ്ങനെ മണൽ മാഫിയായിരിക്കും, വിറക് മാഫിയായിരിക്കും രൂപം കൊണ്ടിരിക്കുന്ന ടണ്ണക്കണക്കിന് മരങ്ങളെ വെട്ടിമുറിക്കുന്നു. അതിൻ്റെ കാണുന്നത് മാത്രം അതിന് മഴയില്ല, കിണറുകളിൽ വെള്ളം എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂരിന്റെ നേതൃത്വത്തിൽ പറളി പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് ഏകദിന ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. മൊബൈലിൽ തന്നെ നമുക്കൊരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ മൊബൈലിൽ ആപ്പ് എടുക്കാനുണ്ടെങ്കിൽ എന്താകും, നിങ്ങളുടെ പേര്, വിലാസം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, ഓക്കെ, പിന്നെ എന്താണ് സാധനങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്, എത്ര കിലോ ആണ്, ആ വെറൈറ്റിൻ്റെ പേര് എന്താണ്, അത് മാത്രം നിങ്ങൾ കൊടുത്തെങ്കിൽ മതി. പറളി ക്ഷീരസംഘം പ്രസിഡന്റ് KA കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. തേരൂർ ക്ഷീരസംഘം സെക്രട്ടറി PL രാധിക ആശംസകൾ നേർന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഫാക്കൽറ്റി ഈശ്വരമൂർത്തി കർഷക ബോധവൽക്കരണ ക്ലാസ് നടത്തി. തേരൂർ ക്ഷീരസംഘം പ്രസിഡന്റ് PK സതീഷ് കുമാർ സ്വാഗതവും പറളി ക്ഷീരസംഘം സെക്രട്ടറി V പ്രീത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തലപ്പിള്ളി താലൂക്ക് NSS യൂണിയനു കീഴിലെ ചെറുതുരുത്തി കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പൈങ്കുളം NSS കരയോഗത്തിൽ നടന്ന ചടങ്ങ് റിട്ടയേർഡ് മിലിറ്ററി ക്യാപ്റ്റൻ KP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തലപ്പള്ളി താലൂക്ക് NSS യൂണിയൻ ചെറുതുരുത്തി കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് SSLC +2 ഉന്നത വിജയം നേടിയ NSS കരയോഗം മെമ്പർമാരുടെ മക്കളെ ആദരിച്ചത്. ഇതിനു പുറമെ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന 2 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി ആദരിക്കുകയും ചെയ്തു. പയങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള NSS കരയോഗത്തിൽ നടന്ന ചടങ്ങ് റിട്ടയർഡ് മിലിറ്ററി ക്യാപ്റ്റൻ KP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്ന് മാത്രമല്ല
മുതിർന്നവർക്കും ഇനി വരാൻ പോകുന്ന തലമുറയ്ക്കും, അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ ഗവൺമെൻറ്, അതായത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ചെന്നിത്തല, അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷമാണ് ഈ തുഫാൻ, ലഹരി വിരുദ്ധ തുഫാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദി വാക്കാണ്. അത് എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഈ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അറിയാം. കൊടുങ്കാറ്റ്, ചെറിയ കാറ്റല്ല. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. NSS കരയോഗം പ്രസിഡന്റ് KT രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NG ഗിരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. KT ബാബു, S സേതുമാധവൻ, NA രാധാകൃഷ്ണൻ, രാധാ വിശ്വനാഥ്, T സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു. KM മുരളീധരൻ സ്വാഗതവും G രാജഗോപാലൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും വാട്സാപ്പ് ഗ്രൂപ്പായ സ്നേഹക്കൂടിന്റെ ഒരുമിച്ചുകൂടൽ സ്കൂളിൽ നടന്നു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ആദരിക്കലും ഉണ്ടായിരുന്നു. മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിലെ മുൻ അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും വാട്സാപ്പ് ഗ്രൂപ്പായ സ്നേഹക്കൂടിന്റെ ഒരുമിച്ചുകൂടൽ മുണ്ടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP ശശികുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഉപജീവന മാർഗം എന്ന് പറയുന്ന ഒരു തൊഴിൽ രീതിയിലേക്ക് ഈ കാലഘട്ടം അധ്യാപകരെ മാറ്റിയെടുത്തിട്ടുള്ള സാഹചര്യം. അല്ലാത്തവരും ധാരാളം ഉണ്ട് കേട്ടോ. മാതൃകാപരമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്ന അധ്യാപകരുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സമൂഹം ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ ഒക്കെ തന്നെ അധ്യാപകരുടെ കാലഘട്ടത്തിൽ അവരുടെ കുട്ടികളുമായിട്ട് ഇടപഴകിയിരുന്ന ചോക്കിൻ്റെ പൊടി പുരണ്ട കൈകളും, അതുപോലെ തന്നെ കുട്ടികളുടെ അവരുടെ തലയിൽ തലോടിയുള്ള അവരുടെ എണ്ണമെഴുക്ക് പിടിച്ച കൈകളും, അതുപോലെ തന്നെ അവരെ അന്നിപ്പോൾ ആശുപത്രി കൊണ്ടുകൊണ്ടൊന്നുമില്ല, ഏകദേശമൊക്കെ ചികിത്സയൊക്കെ, പ്രാഥമിക ചികിത്സ, പ്രഥമ ശുശ്രൂഷയൊക്കെ വിദ്യാലയത്തിൽ അധ്യാപകർ തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓരോ കുട്ടികൾ. ആ രൂപത്തിലൊക്കെ തന്നെ, അതുപോലെ തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ കുറച്ച് നേരത്തെ സജിമാഷ് തല്ലിന്നൊക്കെ പറഞ്ഞ പോലെ തല്ലിയവരുണ്ടാവും. തല്ലിയതിന് ശേഷം അന്നൊക്കെ പോരാ മാഷെ എന്ന് പറഞ്ഞു വന്നിരുന്നൊരു രക്ഷിതാക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് കുട്ടിയെ ഒന്ന് അമർത്തി നോക്കിയാലടക്കം പരാതി ആകുന്ന അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ മാറിയിട്ടുണ്ട്. 2019 രൂപീകരിച്ച സ്നേഹക്കൂടിൽ 100-ലധികം അംഗങ്ങളുണ്ട്. വിവിധ പരിപാടികളും നടത്തിവരുന്നു. എഴുത്തിലും ഗ്രന്ഥശാലാ പ്രവർത്തനത്തിലും മലബാർ സൗഹൃദവേദി പുരസ്കാരം ലഭിച്ച VA രാജൻ മാസ്റ്റർക്കും USA-യിലെ മലയാളി കൂട്ടായ്മയുടെ കഥയെഴുത്തിൽ അന്തർദേശീയ പുരസ്കാരം ലഭിച്ച T സജിക്കും സ്നേഹക്കൂടിന്റെ ആദരത്തിന്റെ ഭാഗമായി മൊമന്റോ വിതരണവും ഉണ്ടായിരുന്നു. VP ശശികുമാർ, K നാരായണൻകുട്ടി മാസ്റ്റർ, മുൻ പ്രധാനാധ്യാപിക TR പത്മജ എന്നിവരാണ് മൊമന്റോ സമ്മാനിച്ചത്. യോഗത്തിൽ എഴുത്തുകാരൻ കൃഷ്ണപ്രസാദ് മങ്ങാടിനെ മുൻ പ്രധാനാധ്യാപികൻ VA രാജൻ മാസ്റ്റർ, T രാമകൃഷ്ണൻ പുഞ്ചപ്പാടം എന്നിവർ ചേർന്ന് ആദരിച്ചു. യുവ പ്രഭാത് വായനശാല പ്രസിഡന്റ് K ശെൽവരാജ് കല്ലടിക്കോട്, മുൻ പ്രധാനാധ്യാപിക TK ബിന്ദു, TP രാഘവൻ മണ്ണമ്പറ്റ, ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ, പ്രധാനാധ്യാപകനായ അജയൻ മണപ്പുള്ളിക്കാവ്, T സാവിത്രി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. സ്നേഹക്കൂടിലെ മുതിർന്ന അംഗങ്ങളായ B ദേവസേന, ശ്യാമൾ ടീച്ചർ, K നാരായണൻകുട്ടി എന്നിവരെ പ്രത്യേകം ആദരവ് നൽകി ബഹുമാനിച്ചു. യോഗത്തിൽ ലൈബ്രറി കൗൺസിൽ മുൻ ജില്ലാ സെക്രട്ടറി M കാസിം അധ്യക്ഷത വഹിച്ചു. സ്നേഹക്കൂടിന്റെ ഭാവി പരിപാടികൾ D ഗീതമ്മ വിശദീകരിച്ചു. മുൻ പ്രധാനാധ്യാപിക TR പത്മജ സ്വാഗതവും പ്രധാനാധ്യാപിക ശോഭകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കഴിഞ്ഞ ദിവസം അന്തരിച്ച തെന്നിന്ത്യൻ സംഗീത ലോകത്തിന്റെ വാനമ്പാടി S ജാനകിയുടെ സ്മരണാർത്ഥം പറളിയിൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ S ജാനകി ഓർമ്മമരം നട്ടു. പറളി സ്കൂളിലെ കായിക അധ്യാപകൻ PG മനോജ് മാസ്റ്റർ ഓർമ്മമരം നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച അന്തരിച്ച സപ്തസ്വര മാധുരിയിൽ സംഗീതാസുകരുടെ മനം കുളിർപ്പിച്ച കർണപടങ്ങളെ കോൾമയർ കൊള്ളിച്ച തെന്നിന്ത്യൻ സംഗീത ലോകത്തിന്റെ വാനമ്പാടി S ജാനകിയുടെ സ്മരണാർത്ഥം പറളിയിൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ S ജാനകി ഓർമ്മമരം നട്ടു. പറളി സ്കൂളിലെ കായികാധ്യാപകൻ PG മനോജ് മാസ്റ്റർ ഓർമ്മമരം നട്ട് ഉദ്ഘാടനം ചെയ്തു. കാരണം ദൈവം തന്നിട്ടുള്ള വലിയ അനുഗ്രഹമുള്ള ഒരു ജന്മം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനിക്കാനും അവരെ നമുക്ക് കാണാനും അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് നല്ല ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയ പാട്ടുകാരി എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല, എങ്കിലും പറയാലോ
നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രഗത്ഭരായ ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്കുണ്ടായ ദുഃഖം വളരെ വലുതാണ്. അവരുടെ സ്മരണയ്ക്കായി, അവരുടെ ഓർമ്മയ്ക്കായി ഇതുപോലുള്ള വൃക്ഷത്തൈ നട്ടുകൊണ്ട് പ്രകൃതി സ്നേഹികളായ നമ്മുടെ പള്ളിയിലെ നല്ലവരായവർ അതിനുവേണ്ടി മുൻകൈയെടുത്തു എന്നുള്ളതാണ്. പരിസ്ഥിതി പ്രവർത്തകരായ കെ റഹ്മാൻ, വിജയൻ കല്ലൂർ, ഷംസുദ്ദീൻ മാങ്കുറിശി, അപ്പുകുട്ടൻ കല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പറളിയിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്ത് എസ് ജാനകി പാടിയ പാട്ടുകൾ ആലപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പള്ളി ഏരിയ കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. KSSPU ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പള്ളി ഏരിയ കൺവെൻഷനും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും തിങ്കളാഴ്ച രാവിലെ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ ചേർന്നു. ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പാരിറ്റി എന്ന് പറയുമ്പോൾ കേന്ദ്രം കൊണ്ടുവരുന്നതാണ്, നമുക്ക് ഇഷ്ടാനുസരണം കിട്ടും എന്നൊരു പ്രതീക്ഷ. എല്ലാവരും അതിന് സ്വാഗതം ചെയ്യും. അല്ല, സ്വാഗതം ചെയ്തില്ലെങ്കിലും നടപ്പിലാക്കും, അത് വേറെ വശം. അങ്ങനെ 1/3/92 ആദ്യമായി ഒരു ശമ്പള പരിഷ്കരണം നടന്നു. പെൻഷൻ പരിഷ്കരണം നടന്നില്ല. പെൻഷൻകാരെ ചിന്തിച്ചില്ല അന്ന് വരുത്തിയിരുന്ന ഗവൺമെൻറ്. ശമ്പള പരിഷ്കരണം നടന്നു. 1/7/90 മുതൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി. പെൻഷൻകാർ രണ്ടാം പ്രാണികളല്ലേ, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്കെന്ത് സമരം ചെയ്യാൻ പറ്റുക? നമുക്ക് ടിക്കറ്റിങ് നടത്താനോ തല്ലു കൊള്ളാനോ റോട്ടിൽ കിടക്കാനോ ഒക്കെ പറ്റുമോ? നമുക്ക് പറ്റും. കൺവെൻഷനിൽ ഏരിയ വൈസ് പ്രസിഡന്റ് കെ ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. TK ഭാസ്കരൻ മാസ്റ്റർ നവാഗതരെ സ്വീകരിച്ചു. സംസ്ഥാന സമ്മേളന തീരുമാനങ്ങളും സംഘടനാ കാര്യങ്ങളും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പി ഗംഗാധരൻ നായർ, ബ്ലോക്ക് സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് CN ബൗദ്ധനാസനുണ്ണി മാസ്റ്റർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K പരമേശ്വരൻ മാസ്റ്റർ, ബ്ലോക്ക് ട്രഷറർ TV ജയരാജൻ, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി P ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി PM സുരേഷ് സ്വാഗതവും ഏരിയ ജോയിന്റ് സെക്രട്ടറി K സരള നന്ദിയും പറഞ്ഞു. പുതിയ അംഗങ്ങളുടെ പ്രതികരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഡെൻമാർക്കിലെ നോവോ നോർഡിസ്ക് ഫൗണ്ടേഷൻ സീനിയർ സയന്റിഫിക് മാനേജർ ഡോക്ടർ ദൃശ്യ നായർക്ക് ജന്മനാട്ടിൽ ആദരം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മങ്കര ബ്ലോക്ക് കമ്മിറ്റിയാണ് ആദരിച്ചത്. മണ്ണൂർ നഗരിപ്പുറത്തെ അരവിന്ദാക്ഷന്റെ മകളാണ് ദൃശ്യ. ഡെൻമാർക്കിലെ നോവോ നോർഡിസ്ക് ഫൗണ്ടേഷൻ സീനിയർ സയന്റിഫിക് മാനേജർ ഡോക്ടർ ദൃശ്യ നായരെ കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മങ്കര ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത്. സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റ് K മോഹൻദാസ് ദൃശ്യ നായർക്ക് ഉപഹാരം സമ്മാനിച്ചു. സെക്രട്ടറി SV ഹരിദാസൻ, K വിജയകുമാർ, K നാരായണൻ, രക്ഷാധികാരി K സുകുമാരൻ, ദൃശ്യ നായർ എന്നിവർ സംസാരിച്ചു. നിലവിൽ ജൈവ സുസ്ഥിരത വികസന മേഖലയിൽ സുപ്രധാന പങ്കുവയ്ക്കുന്ന ഡോക്ടർ ദൃശ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദരിദ്ര നിർമ്മാർജ്ജനത്തിനുള്ള വിവിധ പദ്ധതികളുടെയും പ്രൊജക്ട് ഡയറക്ടറായി പ്രവർത്തിക്കുന്നുണ്ട്. ജൂണിൽ ഫ്രാൻസിൽ നടന്ന യോഗത്തിലെ ക്ഷണിക്കപ്പെട്ട അംഗം കൂടിയായിരുന്നു ഡോക്ടർ ദൃശ്യ. മണ്ണൂർ നഗരിപ്പുറത്തെ അരവിന്ദാക്ഷന്റെ മകളാണ് ഡോക്ടർ ദൃശ്യ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ജൂലൈ 23 BMS സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ഷൊർണൂർ മേഖല ഗണേശ്ഗിരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ സഹപ്രവർത്തക സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സ്വാഗത നമസ്കാരം. ഭാരതീയ മസ്ദൂർ സംഘം ജനിച്ച ഒരു മാസമാണ് ഈ മാസം, ജൂലൈ 23 BMS സ്ഥാപനം. അപ്പോൾ ഈ സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് BMS എല്ലാ യൂണിറ്റുകളിലും കൊടിതോരണങ്ങൾ കെട്ടി ഫ്ലക്സ് വെച്ച് പതാക ഉയർത്തി മധുര വിതരണം നടത്തുന്ന ഒരു പ്രവർത്തനം ഗണേശ്ഗിരി വിവേകാനന്ദ സാംസ്കാരിക നിലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് PP സജിത് അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ മുനിസിപ്പൽ പ്രസിഡന്റ് N സുനിൽകുമാർ, D മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി A ഹരിപ്രതാപൻ സ്വാഗതവും RK അഭിലാഷ് നന്ദിയും പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഗണേശോത്സവവും 2026 സ്വാഗത സംഘം രൂപീകരണവും നടന്നു. സെപ്റ്റംബർ 15, 16, 17 തീയതികളിലായാണ് ഗണേശോത്സവം സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒറ്റപ്പാലം വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ രക്ഷാധികാരികളായി KB ശശികുമാർ, മോഹൻദാസ് പനമണ്ണ, ശ്രീധർ,
കെ, സ്വാഗത സംഘം ചെയർമാൻ മുനിസിപ്പൽ കൗൺസിലർ ജയശങ്കർ, വൈസ് ചെയർമാൻ മായ ടീച്ചർ, ബൈജു മണ്ണൂർ, ശബരി കല്ലൂർ, മോഹൻദാസ് മുളഞ്ഞൂർ, പ്രകാശൻ മങ്കര, ജനറൽ സെക്രട്ടറി സജിത് പനമണ്ണ, ജോയിന്റ് സെക്രട്ടറി അഭിലാഷ് വേങ്ങശ്ശേരി, ബാബു തോട്ടക്കര, സുജിത് അകത്തറ, അനിത പാലപ്പുറം, വിശ്വൻ പത്തംകുളം, ട്രഷറർ വിജയരാഘവൻ, മീഡിയ സെൽ കൺവീനർ അനിൽ പള്ളത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുളപ്പള്ളി ടൗണിൽ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു. സംവിധാനം നടപ്പിലാക്കിയത് ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ. പദ്ധതി നടപ്പിലാക്കിയത് ഷൊർണൂർ നഗരസഭയും പൊതുമരാമത്ത് മോട്ടോർ വാഹന വകുപ്പുകൾ സംയുക്തമായി. കുളപ്പള്ളിയിലെ പുതിയ സിഗ്നൽ സംവിധാനം ഷൊർണൂരിലെ ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമെന്ന പരിഹാസവുമായി BJP. കഴിഞ്ഞ 5 വർഷക്കാലം തകർന്നടിഞ്ഞ കുളപ്പള്ളി ഷൊർണൂർ പാതയിലാണ് സിഗ്നൽ സംവിധാനം MLA ഉദ്ഘാടനം ചെയ്തതെന്നും വിമർശനവുമായി BJP കൗൺസിലർമാർ. കുന്നംകുളം പഴഞ്ഞിയിൽ 4-അംഗ കുടുംബത്തിന്റെ ആത്മഹത്യാ ശ്രമം. കുടുംബനാഥനായ 50-കാരൻ സിബിയും 19-കാരിയായ മകൾ അലീനയും മരിച്ചു. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് കൂട്ടാത്മഹത്യയ്ക്ക് കാരണമെന്ന് പ്രാഥമിക നിഗമനം. പരവൂരിൽ കുളിക്കാൻ പോയ 3 പേരിൽ 19-കാരിയായ യുവതി വെള്ളത്തിൽ വീണ് മരിച്ചു. ദേശമംഗലം വറവട്ടൂർ വരമംഗലത്ത് വീട്ടിൽ നാസറിന്റെ മകൾ ഹസ്നയാണ് മരിച്ചത്. കളിച്ചുകൊണ്ടിരിക്കെ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. തിരുവില്ലാമല മലേശമംഗലം അംബേദ്കർ ഗ്രാമത്തിൽ പ്രസാദ് പ്രസിജ ദമ്പതികളുടെ മകൻ ആർദ്രവാണ് മരിച്ചത്. പൊതു ശൗചാലയം പൂട്ടി. ശങ്ക തീർക്കാൻ വഴിയില്ലാതെ പറളിയിലെ യാത്രക്കാരും വ്യാപാരികളും. പറളി പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. തുടർച്ചയായി അറ്റകുറ്റപ്പണി വന്നതിനാൽ ഭീമമായ സംഖ്യ ചിലവ് വരുന്നതിലാണ് പൊതു ശൗചാലയം അടച്ചിട്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ. പൊതു ശൗചാലയം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരമെന്നും DCC സെക്രട്ടറി അബ്ദുൾ സത്താർ. സംസ്ഥാന പാതയിൽ മങ്കര വില്ലേജിന് മുന്നിലുള്ള തണൽ മരങ്ങൾ വ്യാപകമായി മുറിച്ചതിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിന് പകരം മരം പൂർണ്ണമായും വെട്ടിമാറ്റിയ നടപടി അപലപനീയമെന്നും തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.